ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറക്കത്തിനെ പറ്റിയിട്ടാണ്. നമ്മൾ എല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്ന ഒരു സംഭവമാണല്ലേ ഇത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ലോസ് ആയതുപോലെയാണ്. അപ്പൊ നല്ലൊരു ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടാവാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റിനെയാണ്. ഡയറ്റ് മാത്രമല്ല, ഡയറ്റ് ഒരു ഫാക്ടറാണ്. അതല്ലാതെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാവാം, നമ്മുടെ പീരിയഡ്സ്, മൂഡ് സ്വിങ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കുന്ന ഒരു റീസൺ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഉറക്കത്തിന് ഏറ്റവും എഫക്ട് ചെയ്യുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് നമ്മുടെ ഡയറ്റിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഓപ്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളെ എല്ലാവരും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡയറ്റ് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു, പ്രോപ്പർ ഹൈഡ്രേഷൻ ഉണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും നമുക്കൊരു നല്ല ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിനെയും ഫാറ്റ് ലോസിനെയും നമ്മുടെ മെറ്റബോളിസത്തിനെയും ഒക്കെ ഇത് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വെയിറ്റ് ലോസ് വേണ്ടി തന്നെ സ്റ്റക്ക് ആയി പോകാൻ വലിയൊരു റീസൺ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്തതിന്റെ ഒന്നാമത്തെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് കഫിനേറ്റഡ് ആയിട്ടുള്ള ബീവറേജസ് ആണ്. നമ്മളടുത്ത് പണ്ടുള്ള ആളുകളൊക്കെ പറയാറില്ല, നമ്മളൊരു സമയം കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആകുമ്പോൾ കോഫിയും ടീയും ഒന്നും കുടിക്കരുത്, നമ്മൾ ഉറക്കത്തിന് ബാധിക്കും. പിന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ട് കോഫിയൊക്കെ കുടിക്കുന്ന ശീലം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് നല്ലപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ കഫിനേറ്റഡ് ആയിട്ടുള്ള ബീവറേജസ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിമുലേഷനിലൂടെ നമ്മുടെ ബ്രെയിൻ നല്ലപോലെ അലേർട്ട് ആയിട്ട് നിൽക്കും. അപ്പൊ ഉറക്കത്തിൽ നമ്മൾ അലേർട്ട് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൈൻഡും നമ്മുടെ മസിൽസും ഒക്കെ റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ബീവറേജസ് കഴിക്കുന്ന സമയത്ത് അത് ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുക. അപ്പൊ കഴിയുന്നത് നമ്മൾ ഈവനിങ് ഒരു ടീ കോഫി ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 4 PM അല്ലെങ്കിൽ ഒരു 5 PM ശേഷം പിന്നീട് ഇതുപോലെയുള്ള കഫിനേറ്റഡ് ആയിട്ടുള്ള ബീവറേജസ് ഒന്നും കുടിക്കാതിരിക്കുന്നതായിരിക്കും നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം സ്പൈസി ഫുഡാണ്. നമ്മൾ ഈ ഒരു ഡിന്നർ ടൈമിലായിരിക്കും പലർക്കും ഫുഡ് കഴിക്കാൻ പോലും ടൈം കിട്ടുന്നത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇൻഡൈജഷനും അതുപോലെ തന്നെ ഹാർട്ട് ബേണും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. കഴിയുന്നത് നമ്മൾ ഡിന്നർ ലൈറ്റ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കുറച്ച് ബ്ലാൻഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിന് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ, സ്പൈസി ഫുഡുകൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം ഹൈ ഷുഗർ സ്നാക്സ് ആണ്. പലർക്കും ഈ രാത്രി ആകുമ്പോഴായിരിക്കും ഷുഗറിനോട് ക്രേവിങ്സ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്ന് നമുക്ക് ആഗ്രഹം വരുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നവരും ഡെസേർട്ട് കഴിക്കുന്നവരും ഒരു കേക്കിന്റെ പീസ് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് ഷുഗർ സ്പൈക്ക് ആണ് ഉണ്ടാവുന്നത്. ഈ ഒരു ബ്ലഡ് ഷുഗർ സ്പൈക്കിലൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു എനർജി ബൂസ്റ്റ് ഉണ്ടാവും. ഈ ഒരു എനർജി ബൂസ്റ്റ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിളിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ നൈറ്റ് ടൈമിൽ നമ്മൾ ഹൈ ഷുഗറി ആയിട്ടുള്ള സ്നാക്കുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് പകരം ഫ്രൂട്ട്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രേവിംഗ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാം. അടുത്തത് ആൽക്കഹോൾ ആണ്. പലരും ഈ കുടിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം, കുടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ബോധം കെട്ട് ഉറങ്ങാനായിട്ട് പറ്റും, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുന്ന ആ ഒരു ടെമ്പററി റിലാക്സേഷൻ നമുക്ക് കിട്ടുമായിരിക്കാം മദ്യപിക്കുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ക്വാളിറ്റി സ്ലീപ്പിനെ എഫക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മൾ മദ്യപിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഉറക്കത്തിനിടയ്ക്ക് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് എഴുന്നേൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉറക്കത്തിലോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഹെഡ് ഏക്ക്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകും. അപ്പോൾ ആൽക്കഹോൾ നമുക്ക് ഉറക്കം കിട്ടാനായിട്ടുള്ള ഒരു നല്ലൊരു ഓപ്ഷനേ അല്ല, അത് നമ്മുടെ ഉറക്കത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തത് ഹെവി ആയിട്ടുള്ള ഫാറ്റി ഫുഡുകളാണ്, അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടുള്ള മീലുകളാണ്. നമ്മൾ കൂടുതൽ എണ്ണയുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ച് ഫ്രൈഡ് പോലെയുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ വയറ്റിൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കും, നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ രാത്രി ആവുന്ന സമയത്ത് ഒരു 6 PM ശേഷം, പ്രത്യേകിച്ച് സൺസെറ്റിന് ശേഷം നമ്മുടെ ബോഡി ഒന്ന് റിലാക്സേഷൻ മോഡിലോട്ട് പോകുന്ന ഒരു സമയമാണ്. എല്ലാം ഒന്ന് സ്ലോ ആവുന്ന സമയമാണ് നമ്മുടെ ബോഡിയിൽ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ഹെവി മീൽസ് നമ്മുടെ വയറ്റിലോട്ട് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ബോഡി വീണ്ടും അലേർട്ട് ആവണം, ഒരുപാട് വർക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു വർക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കം കിട്ടാനുള്ള ചാൻസസും വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിന്നർ ടൈമിൽ ലൈറ്റ് ആയിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള, ബ്ലാൻഡ് ആയിട്ടുള്ള മീലുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ബെറ്റർ സ്ലീപ്പ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഡയറ്റിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുമ്പേ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ നോർമൽ 1 ഗ്ലാസ് മിൽക്ക് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് ലോ ഫാറ്റ് അല്ലെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് വേണ്ടത്. അത് നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെർബൽ ടീകളും നമുക്ക് ഉറക്കം കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പിടി ആൽമണ്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ബനാന കഴിക്കുക, ഇതൊക്കെ നമുക്ക്
ഇതിനകത്ത് മാഗ്നീഷ്യം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിനെ മസിൽസിനെ ഒക്കെ റിലാക്സ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരുപക്ഷെ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നല്ല ഒരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിറ്റേന്ന് നമ്മുടെ ഒരു ഓവറോൾ പ്രൊഡക്ടിവിറ്റിനെ പോലും ഏത് രീതിയിൽ ബാധിക്കുന്നു നല്ലപോലെ ഉറക്കം കിട്ടാത്തവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നല്ല ഒരു ഉറക്കം കിട്ടാനായിട്ട് ഇതുപോലെ നിങ്ങളുടെ ഡയറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് നോക്കുക. നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയത്തേക്കെങ്കിലും എന്തെങ്കിലും ഒരു പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കാൻ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ക്വാളിറ്റി സ്ലീപ്പിലോട്ട് വഴുതി വീഴാനായിട്ട് നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യും. ഫോൺ യൂസ് ചെയ്ത് ഉറങ്ങുന്നവരായിരിക്കും നമ്മളിൽ എല്ലാവരും തന്നെ, മെജോറിറ്റി ആളുകൾ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ആ ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പേ ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസസും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതിരിക്കുക. ബ്രെയിനിലോട്ട് പോസിറ്റിവിറ്റി തരുന്ന ന്യൂസസും പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങളും മാത്രം നിങ്ങൾ ആ സമയത്ത് വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.